പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആവേ മരിയ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നന്ദി, നന്ദി, നന്ദി ഈശോ. എത്ര പറഞ്ഞിട്ടും മതിയാവാത്ത ഒരു പദമാണ് താങ്ക് യു. കണ്ണിൽ കണ്ടതെല്ലാം നോക്കി നന്ദി പറയുക. നന്ദിയുടെ മനോഭാവം അത് നമ്മളെ ആത്മീയമായി ഉണർത്തും, വളർത്തും. സഹോദരങ്ങളെ, തോബിത്തിന്റെ പുസ്തകം 12-ാം അധ്യായം 6-ാം വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിന് നന്ദി പറയാൻ അമാന്തം അരുത്. നമ്മുടെ കുടുംബ ജീവിതത്തിലെ, വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്നുവരെ നിലനിൽക്കും? നിങ്ങൾ നന്ദി പറഞ്ഞു തുടങ്ങുന്നിടത്തോളം കാലം വരെ. നന്ദി പറഞ്ഞു തുടങ്ങിയാൽ ആ പ്രശ്നം അപ്രത്യക്ഷമാകും. നമുക്കതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ധാരാളം പേരുടെ ജീവിത സാക്ഷ്യങ്ങളിൽ നിന്നാണ് സിസ്റ്റർ ഈ ഒരു സന്ദേശം പങ്കുവെക്കുന്നത്. സഹോദരങ്ങളെ, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 40-ാം അധ്യായം 5-ാം വചനം, ദൈവമായ കർത്താവേ, അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു. ഞാനവ വിവരിക്കാനും എണ്ണാനും തുടങ്ങിയാൽ അവ അസംഖ്യമാണല്ലോ. അസംഖ്യമാം വിധം അനുഗ്രഹങ്ങൾ കുടുംബത്തിലേക്ക് ഏറ്റുവാങ്ങിയവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ ഇന്നും നമ്മുടെ മനസ്സിലും ബുദ്ധിയിലൊക്കെ എന്താ? ഒരു പരാതിയും ഒന്നും കിട്ടിയില്ല എന്നുള്ള അവസ്ഥയും നെഗറ്റീവ് വാക്കുകളും നെഗറ്റീവ് ചിന്തകളും കൊണ്ട് കുത്തി നിറച്ചു വെച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇത് പിശാചിൻ്റെ വലിയൊരു കെണിയാണ്. ഈ കെണിയിൽ നിന്നും നാം ഓരോരുത്തരും സ്വതന്ത്രരാകണം. നന്ദി പറയാൻ ആരംഭിക്കുക. നിങ്ങളുടെ വീടിൻ്റെ പുറത്തേക്കൊന്ന് ഇറങ്ങുക. ആ വീടിനെ നോക്കി, ആ വീട്ടിലെ സാഹചര്യങ്ങൾ നോക്കി നന്ദി പറഞ്ഞു തുടങ്ങുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ മാറുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സഭയുടെ കാറ്റക്കിസം 2626 പഠിപ്പിക്കുകയാണ്, ദൈവ മനുഷ്യ സമാഗമ വേദിയാണ് സ്തുതിപ്പ്. അവിടെ ദാതാവായ ദൈവവും ദാനം സ്വീകരിച്ച മനുഷ്യ വ്യക്തിയും പരസ്പരം കണ്ടുമുട്ടുന്നു. അതെ, ദൈവ മനുഷ്യ സമാഗമ വേദി. നമ്മുടെ എല്ലാ പ്രതിസന്ധികളുടെയും കാരണം എന്താ? അവരത് ചെയ്തില്ല, എൻ്റെ വീട്ടിൽ ഇന്നതില്ല, എൻ്റെ ഭർത്താവ് എന്നെ നന്നായിട്ട് നോക്കുന്നില്ല, എൻ്റെ ഭാര്യ എന്നെ കരുതുന്നില്ല, ഒരു നല്ല വാക്ക് പോലും പറയുന്നില്ല, ഒരു കടാക്ഷം പോലും എനിക്ക് കിട്ടുന്നില്ല, എന്നെ അവഗണിക്കുന്നു, എന്നെ ഒറ്റപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരുപാട് പരാതികൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. സഹോദര, സഹോദരി, നന്ദി ഒരു ലഹരിയായി മാറട്ടെ. എല്ലാത്തിനെയും ഓർത്ത് ഈശോയ്ക്കൊന്ന് നന്ദി പറയാൻ തുടങ്ങിക്കേ. അങ്ങനെ എങ്ങനെയാലേ നന്ദി പറയാനായിട്ട് തുടങ്ങുന്നത്? ആര് പറഞ്ഞിട്ടാ നമ്മൾ നന്ദി പറയുന്നത്? സിസ്റ്റർ ഒരു വീഡിയോ ചെയ്തുകൊണ്ടൊന്നും നിങ്ങൾ ആരും നന്ദി പറയില്ല എന്ന് സിസ്റ്റർക്കറിയാം. പക്ഷേ വചനം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു. എന്താണ് 146-ാം സങ്കീർത്തനം മുതൽ 150-ാം സങ്കീർത്തനത്തിൻ്റെ വരെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സെന്റൻസ്? ദൈവത്തെ സ്തുതിക്കുവിൻ, ദൈവത്തെ സ്തുതിക്കുവിൻ, ദൈവത്തെ സ്തുതിക്കുവിൻ, സ്തുതി സ്തുതി സ്തുതി. ഇതാണ് 146 മുതൽ 150 വരെയുള്ള സങ്കീർത്തനത്തിൻ്റെ ഉള്ളടക്കം. നമുക്കറിയാം, ഈശോ ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുൻപ് ഈശോ നന്ദി പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 40 മുതൽ നമ്മൾ വായിച്ചാൽ ഈശോ പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? അവർ കല്ലെടുത്തു മാറ്റി. യേശു കണ്ണുയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങന്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങന്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്ന് എനിക്കറിയാം. എന്നാൽ ചുറ്റും നിൽക്കുന്ന ഈ ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. നന്ദി പറഞ്ഞുകൊണ്ട് ഈശോ പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, അങ്ങന്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോ വലിയൊരു മാതൃക നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ കുറവുള്ളതും നമുക്ക് തികയാത്തതും നമുക്ക് ആവശ്യമായിരിക്കുന്നതും നമുക്ക് വേണ്ടിയതും അതെല്ലാം നിറച്ചളന്നമർത്തി കുലുക്കി കൊള്ളിച്ചു തരാൻ ഈശോയുടെ പക്കൽ, ദൈവപിതാവിൻ്റെ പക്കലുണ്ട്. നന്ദി പറഞ്ഞു തുടങ്ങുക. ഈ ഭൂമിയിൽ നിന്നും നന്ദിയുടെ പ്രകരണങ്ങൾ ഉതിരുമ്പോൾ സ്വർഗ കവാടം തുറന്ന് അനുഗ്രഹത്തിൻ്റെ ഭണ്ഡാകാരം നിന്റെ ജീവിതത്തിലേക്ക് തുറക്കുവാൻ നല്ല ദൈവം തിരുമനസ്സായിരിക്കുന്നു. നിങ്ങളുടെ വീട്ടിൻ്റെ മുന്നിലേക്കൊന്ന് ഇറങ്ങി നിന്ന് നിങ്ങളുടെ ഓരോ മുറികളിലും ഒന്ന് പ്രവേശിച്ച് ദൈവം തന്ന ദാനമല്ലാതെ സഹോദര, സഹോദരി, എന്താ നിന്റെ വീട്ടിലുള്ളത്? 5 വർഷം മുമ്പ് ചിന്തിച്ചു നോക്കിക്കേ. ഇതുപോലൊരു അവസ്ഥ, ഇതുപോലൊരു സാഹചര്യം നിനക്കോ നിന്റെ തലമുറയ്ക്കോ ഉണ്ടായിരുന്നോ? നമ്മുടെ ആരോഗ്യവും നമ്മുടെ സൗന്ദര്യവും നമ്മുടെ ബലവും
ഇതെല്ലാം ദൈവദാനമല്ലേ? അല്ലയോ മനുഷ്യ, എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു? നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ നോക്കിയാണ് നമ്മുടെ ഇല്ലായ്മയെയും പരാതികളെയും ഒക്കെ നമ്മൾ ചെയ്യുന്നത്. ആകയാൽ നമുക്കിന്നു മുതൽ നമുക്കൊരു 5 ദിവസത്തേക്കെങ്കിലും ഒരു നന്ദി പറച്ചിൽ ഒന്ന് ആരംഭിക്കാം. കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി. കൃതജ്ഞതയായി ബലി അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നുവെന്നാണ് കർത്താവ് പറയുക. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 55-ാം അധ്യായത്തിൽ പറയുന്നു, 22-ാം വചനം, നിന്റെ ഭാരം നീ കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ കർത്താവ് അനുവദിക്കത്തില്ലെന്ന്. നീതിമാൻ കുലുങ്ങാൻ കർത്താവ് അനുവദിക്കില്ല. ഞാൻ പലപ്പോഴും ഇങ്ങനെ ഓരോ ക്ലാസ്സുകളിൽ പോകുമ്പോൾ ഇങ്ങനെ നന്ദിയെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നന്ദിയെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നത്, നന്ദിയെക്കുറിച്ച് പറയുന്നത്. ഞാൻ ഇങ്ങനെ പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിലേറ്റവും അവസാനം എഴുതിയൊരു പുസ്തകമാണ് നന്ദിയുടെ കെടാവിളക്ക്. അതിൻ്റെ ഓരോ വരികളിലും എൻ്റെ കണ്ണുനീരുണ്ട്. ദൈവം എൻ്റെ ഉദരത്തിൽ മെനഞ്ഞ ആ നിമിഷം മുതൽ എൻ്റെ 25-ാം ജൂബിലി വർഷമായിരുന്നു. കഴിഞ്ഞ നാളുകളിൽ ആ ദിനം വരെ ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടാണ് കെടാവിളക്ക് തെളിച്ച് നന്ദിയുടെ കെടാവിളക്ക് എന്ന പുസ്തകം എഴുതിയത്. പ്രിയപ്പെട്ടവരെ, കണ്ണുനീരോട് കൂടെ മാത്രമേ എനിക്ക് ആ പുസ്തകം പൂർത്തീകരിക്കാൻ പറ്റിയുള്ളൂ. കാരണം നാം എല്ലാവരും കടപ്പെട്ടിരിക്കുന്നു. കടലോളം നന്ദിയും സ്തുതിഗീതങ്ങളും നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്ന് ഉയരുവാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. ഈ കടവും കടപ്പാടും ഈ ആയുസ്സിൽ നമുക്ക് എങ്ങനെ തീർക്കാനായി സാധിക്കും? പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം പറയുന്നില്ലേ, കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലിയെന്ന്. അധരങ്ങളുടെ ഫലങ്ങൾ കൃതജ്ഞതയായി, ഒരു ബലിയായി, ഒരു നന്ദിയായി, ഒരു നന്ദിയുടെ പ്രകടനമായി, ഒരു സ്തോത്ര ബലിയായി നമ്മുടെ ദൈവത്തിന് നമുക്ക് അർപ്പിക്കാം. ഏറ്റവും വലിയ സ്തോത്ര ബലി, കൃതജ്ഞതാ ബലി, അത് പരിശുദ്ധ കുർബാനയാണല്ലോ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും സഹായങ്ങൾക്കുമായി മുടിചൂടിയിരിക്കുന്ന തിരുസഭയിൽ നമ്മൾ ദൈവപിതാവിന് നന്ദി പറയുകയാണ്. ഈ കടവും കടപ്പാടും തീർക്കുവാൻ നമുക്കാവില്ല. തിരുബലിയിൽ പങ്കുകൊണ്ടുകൊണ്ട്, തിരുബലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ നാഥന് നന്ദി പറയാം. ഞാനിങ്ങനെ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഇങ്ങനെ അമ്മമാരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഒത്തിരി നന്ദി പറയുന്നവരൊന്ന് കൈവെക്കാൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം അങ്ങനെ ചോദിച്ചപ്പോൾ 3 ചേച്ചിമാർ കൈവെക്കി. ഞാൻ ചോദിച്ചു, ഇന്ന് എന്തിനാണ് നന്ദി പറഞ്ഞത്? അപ്പോൾ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, സിസ്റ്റർ, ഇന്ന് എൻ്റെ പേന നിലത്ത് വീണ് പോയി, ഞാൻ നന്ദി പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാധാരണ ഞങ്ങളൊക്കെ പേന നിലത്ത് വീണ് പോകുമ്പോൾ അത് കുനിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കാലും കൊണ്ട് തോണ്ടിയൊക്കെ എടുക്കാറുണ്ട്. ചേച്ചി ഇത്രയും പ്രായമായി, ചേച്ചി എന്തിനാണ് ഇങ്ങനെ കുനിഞ്ഞ് ഈ ഒരു പേന എടുക്കാൻ കിട്ടിയതോർത്ത് എന്തിനാണ് നന്ദി പറഞ്ഞെന്ന് ചോദിച്ചു. സിസ്റ്റേ, ഞാൻ ഒരുപക്ഷെ എൻ്റെ ആ ബെഞ്ചെ പിടിച്ച് ഞാൻ കുനിഞ്ഞ് എൻ്റെ നീലപ്പേന കുനിഞ്ഞങ്ങ് എടുത്തപ്പോഴായിരിക്കാം ഒരുപക്ഷെ എൻ്റെ ഹാർട്ടിൻ്റെ 3ാമത്തെ ബ്ലോക്ക് മാറി അത് ലയിച്ചു പോയത്. ഞാൻ അതുകൊണ്ടായിരിക്കും അടുത്ത ശ്വാസം എടുത്തത്, അല്ലെങ്കിൽ എനിക്ക് വലിയ ഹാർട്ട് അറ്റാക്ക് വന്നതിനായിരുന്നായിരിക്കാം. ഞാൻ ഇങ്ങനെ ഓർത്ത് ഓരോ ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ്, ഓരോ സെക്കൻഡും ഈശോയ്ക്ക് നന്ദി പറയുകയാണ്. താങ്ക്സ് ഗിവിങ് ഈസ് ദ ബെസ്റ്റ് ഗിവിങ്. മറ്റൊരു ക്ലാസ്സിൽ ഞാൻ ഇത്തിരി നന്ദി പറയുന്നവർ എണീറ്റ് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു ചേട്ടത്തി എണീറ്റ് നിന്നു, 2-3 പേര് എണീറ്റ് നിന്നു കേട്ടോ. ചേച്ചിയോട് ചോദിച്ചു, എന്തേ അമ്മ എന്തിനാ നന്ദി പറഞ്ഞത്? സിസ്റ്റർ, ഇന്ന് എന്നെ ഒരു കൊതുക് കടിച്ചു, അതിന് ഞാൻ നന്ദി പറഞ്ഞു. ഞാൻ പറഞ്ഞു, കൊതുക് കടിക്കുമ്പോൾ ശോ എന്ന് പറഞ്ഞ് അസ്വസ്ഥതപ്പെടുകയാണ് സാധാരണ ഞങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അമ്മച്ചി എന്തിനാ കൊതുക് കടിച്ചോർത്ത് നന്ദി പറഞ്ഞത്? സിസ്റ്റർ, ഈ കൊതുക് കടിച്ചപ്പോഴാണ് പെട്ടെന്ന് ഞാൻ എൻ്റെ ചിന്തയിൽ നിന്ന് ഉണർന്നു. ഞാൻ ഏതോ ലോകത്ത് ചിന്തിച്ചിരിക്കുമായിരുന്നു. പെട്ടെന്ന് ആ കൊതുക് കടിച്ചപ്പോഴാണ് സിസ്റ്ററെ അടുപ്പിൽ ഞാൻ പാല് കാച്ചാനായിട്ട് വെച്ച കാര്യം ഓർത്തത്. ഞാൻ ഓടി ചെന്നാൽ അത് ഓഫാക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ആ കൊതുക് കടിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എത്ര മണിക്കൂർ പണിതാലാ ഇന്ന് അടുക്കള ശരിയാകുമായിരുന്നത്. ഹല്ലേലൂയ. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞു തുടങ്ങുക. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ ആത്മാവിൻ്റെ അഭിഷേകം നമ്മിൽ വന്ന് നിറയും. നിങ്ങൾക്ക് നന്ദി പറയാത്ത, നിങ്ങളുടെ വീട്ടിൽ നന്ദി പറയാത്ത ഒരു ഉപകരണമോ, ദൈവത്തോട് നന്ദി പറയാത്ത ഒരു വസ്തുവകളോ ഒന്നും കാണരുത്. നമ്മൾ പെരുമാറുന്ന ഓരോ നാണയത്തുട്ടിനെ ഓർത്ത്, നമ്മുടെ ഓരോ മുടിനാരിഴയെ ഓർത്ത്, നമ്മുടെ മക്കളെയും തലമുറകളെയും ഓർത്ത്, കാടും പടലും വള്ളികളും ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഒന്ന് ആരംഭിച്ചേ, ആ വീടിൻ്റെ മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങി നിന്ന് നന്ദി പറയാൻ തുടങ്ങിക്കേ.
എത്രയോ പേര് കൂർത്തുമൂർത്ത മുള്ളുകളിൽ നമ്മുടെ മുറ്റത്തുള്ള ആ ഒരു കല്ലിൻ്റെ മുകളിലൂടെ നടന്നതുകൊണ്ടാണ് അതിന്ന് താന്ന് നമുക്ക് ചെരുപ്പിടാതെ പോലും അതിലൂടെ നടക്കാനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുന്നത്. നമുക്ക് മുൻപേ ഇതൊക്കെ ചവിട്ടി താഴ്ത്തിയ ആരൊക്കെയോ നമ്മുടെ കുടുംബത്തിലുണ്ടായിരുന്നു. താങ്ക് യു ജീസസ്, നന്ദി ഈശോയെ, നന്ദി ഈശോയെ എന്നൊന്ന് പറയാനൊന്ന് ആരംഭിച്ചേ. പ്രിയപ്പെട്ടവരെ, 118 സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ പറഞ്ഞു വെച്ചില്ലേ, മരച്ചില്ലകളേന്തി പ്രദക്ഷിണമായി മധുബഹായിലേക്ക് നീങ്ങുവീൻ, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിന് കൃതജ്ഞതാരവത്തോടെ നന്ദി പറയുവിൻ. കർത്താവിൻ്റെ കാരുണ്യം ശാശ്വതമെന്ന് ഇസ്രായേൽ പറയട്ടെ, കർത്താവിൻ്റെ കാരുണ്യം ശാശ്വതമെന്ന് അഹറോന്റെ വംശം പറയട്ടെ, കർത്താവിൻ്റെ കാരുണ്യം ശാശ്വതമെന്ന് കർത്താവിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർ പറയട്ടെ. അതെ, നമുക്ക് ഉച്ചത്തിൽ പറയാം, കർത്താവിൻ്റെ കാരുണ്യം ശാശ്വതമാണെന്ന്, കർത്താവിൻ്റെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നതാണെന്ന് നമുക്ക് പറയാം. സഹോദരങ്ങളെ, മറ്റൊരു ക്ലാസ്സിൽ ഞാനിങ്ങനെ ചോദിച്ചു, നന്ദിയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു. ഒത്തിരി നന്ദി പറയാനായിട്ട് ഞാൻ അവരോട് പറഞ്ഞു വിട്ടു. പിറ്റേ ദിവസം ഒരു ചേച്ചി രാവിലെ തന്നെ 8 മണിയായപ്പോഴത്തേക്കും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ഓടി വന്നിരിക്കുന്നു. വലിയ സ്വരത്തിൽ ആ അമ്മ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഓടി ആരാധനാ ചാപ്പലിൽ ചെന്നു. ചേച്ചി എന്നെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞാൻ ചേച്ചിയെ വിളിച്ചിറക്കി. ഇന്നെന്താണ് ഭയങ്കര ഒരു അനോയിൻറ്റിങ് ആയിട്ടുള്ള ഒരു സ്തുതിപ്പായിരുന്നല്ലോ ഇന്നെന്താണ് ചേച്ചി? അപ്പോൾ ചേച്ചി പറയും, സിസ്റ്റർ ഇന്നലെ പറഞ്ഞില്ലേ, ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ് ദൈവത്തെ സ്തുതിക്കണം, നന്ദി പറയണം, നന്ദി 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 എന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിലെ ഓരോ കാര്യം എടുത്ത് പെരുമാറണം. ഓരോ തുള്ളി വെള്ളത്തിനും, ആ ചുമന്ന കളറുള്ള സോപ്പിനും അതിൻ്റെ സുഗന്ധത്തിനും, ഓരോ തുള്ളി വെള്ളത്തിൻ്റെ അതിൻ്റെ തണുപ്പിനും, എല്ലാ നിറമുള്ള കോൾഗേറ്റിനും അത് തേക്കാനായിട്ട് നമുക്ക് ഇത്രയും നാഡീ ഞരമ്പുകളുടെ ഇളക്കത്തൊക്കെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാൻ പറഞ്ഞില്ലേ? ഞാൻ അങ്ങനെ നന്ദി പറയാൻ തുടങ്ങി. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ മിറ്റം അടിച്ചു. സാധാരണ ഒരു വശത്തെ മിറ്റമാണ് ഞാൻ അടിക്കാറുള്ളൂ. എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ വലിയൊരു പ്ലാവ് നിൽപ്പുണ്ട്. ആ പ്ലാവിൻ്റെ ഇല വന്ന് വീണ് എൻ്റെ വീട്ടിൽ എന്നും അസ്വസ്ഥത. അവരോട് പല പ്രാവശ്യം പറഞ്ഞു നോക്കി, പക്ഷേ അവർ ആ പ്ലാവ് വെട്ടാനായിട്ട് കൂട്ടാക്കിയില്ല. എന്നാൽ ഇന്ന് നന്ദി പറയാനായിട്ട് സിസ്റ്റർ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ നന്ദി, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ആ പ്ലാവ് അവിടെ നട്ടവരെ ഓർത്ത്, അതിൻ്റെ ഓരോ ഇലകളെ ഓർത്ത്, അതിലൂടെ കിട്ടിയ ചക്കയെ ഓർത്ത്, അതിലൂടെ കിട്ടിയ ഇടിഞ്ചക്കയെ ഓർത്ത്, ഓരോരോ കാര്യത്തിന് വേണ്ടി നന്ദി പറഞ്ഞ് അതിലൂടെ കിട്ടിയ ഓക്സിജൻ, അതിലൂടെ കിട്ടിയ കാറ്റ്, ഇതിനെല്ലാം ഓർത്ത് നന്ദി പറഞ്ഞ് സാധാരണ ഒരു വശം മാത്രം മിറ്റം അടിക്കുന്ന ഞാൻ നിവർന്നപ്പോൾ 4 വശം മിറ്റവും അടിച്ചു കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല സിസ്റ്റർ, എനിക്ക് സ്റ്റെപ്പൊന്നും കയറാൻ പറ്റത്തില്ല. ഞാൻ ഈ നടുവിന് ബെൽറ്റ് ഇട്ട ആളാണ്. എന്നാൽ ഞാൻ ആ മുറ്റത്തോടെ നടന്ന് നന്ദി പറയാൻ ആരംഭിച്ചു. എൻ്റെ നടുവേദന എതിരോടെ പോയെന്ന് അറിയത്തില്ല. ഞാൻ ഈ 2 സ്റ്റെപ്പുകൾ, ഈ മുഴുവൻ സ്റ്റെപ്പുകളും കയറിയത്, ഇന്ന് ഞാൻ ബസ്സിൽ കയറിയതും സ്റ്റെപ്പ് കയറിയതും എൻ്റെ ബെൽറ്റ്, നടുവിനിടുന്ന ബെൽറ്റ് ഇട്ടിട്ട് പോലും ഇല്ല. ഈശോ എന്നെ സൗഖ്യപ്പെടുത്തി. ഞാൻ ഇത്ര ഉച്ചത്തിൽ സ്തുതിച്ചാൽ മതിയോ എൻ്റെ ദൈവത്തിന്? സിസ്റ്റർ പഠിപ്പിക്കണം, എല്ലാവരോടും പറയണം, നമ്മുടെ പ്രതിസന്ധി എന്ന് നിന്റെ അധരം തുറന്ന് നീ നന്ദി പറയാൻ ആരംഭിക്കുന്നുവോ അന്ന് നിന്റെ പ്രതിസന്ധി മാറിയിരിക്കും. ഹല്ലേലൂയ, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, ടുഡേ ഇസ് ദ ഡേ, ഇറ്റ് ഈസ് ദ ഡേ ടു സ്റ്റാർട്ട്. സോ ലെറ്റ് us start today. ഇത് നമുക്ക് തുടങ്ങാം. നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി 2 വചനങ്ങൾ പറഞ്ഞു തരികയാണ്, എഴുതിയെടുക്കാം. 1-ാമത്തെ വചനം ഇതാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 40-ാം അധ്യായം 5-ാം വചനം പറയുന്നു, ദൈവമായ കർത്താവേ, അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു. 2-ാമത്തെ വചനമാണ് സങ്കീർത്തനം 100-ാം അധ്യായം 4-ാം തിരുവാക്യം. കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ, സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിലേക്ക് പ്രവേശിക്കുവിൻ, അവിടുത്തേക്ക് നന്ദി പറയുവിൻ, തിരുനാമം വാഴ്ത്തുവിൻ. സങ്കീർത്തനം 100-ാം അധ്യായം 4-ാം വചനം. കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ. നന്ദി നന്ദി എന്ന് പറഞ്ഞ് നമ്മുടെ കുടുംബത്തിൻ്റെ കവാടങ്ങൾ കടക്കുവാൻ നമുക്കാവട്ടെ. ആ വീടിനെ ഓർത്ത്, ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ ഓർത്ത്, ആ ഇരിക്കുന്ന ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റുകളെയൊക്കെ ഓർത്തൊന്ന് സ്തുതിച്ചേ, ഒന്ന് നന്ദി പറയാനായിട്ട് ആരംഭിച്ചേ. നമ്മൾ കിടക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്? മൊബൈൽ ഫോണും കണ്ട് വീഡിയോസും കണ്ട് ഉറങ്ങാനല്ല പറഞ്ഞിരിക്കും. കൃത്യമായി ഓരോ ക്രൈസ്തവനും കിടക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഈ തിരുവചനം പറയുകയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 149-ാം അധ്യായം 5-ാം തിരുവാക്യം. വിശ്വസ്ത ജനം ജയഘോഷം മുഴക്കട്ടെ, അവർ തങ്ങളുടെ കിടക്കകളിൽ ആനന്ദം കൊണ്ട് പാടട്ടെ, അവരുടെ കണ്ഠങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി ഉയരട്ടെ, അവർ തങ്ങളുടെ കൈകളിൽ 2 വായ്ത്തലയുള്ള വാൾ ധരിക്കട്ടെ.
നമ്മുടെ കണ്ടങ്ങളിൽ, നമ്മുടെ സ്വനപേടകത്തിൽ, നമ്മുടെ സ്വരത്തിൽ എന്ത് നിറഞ്ഞു നിൽക്കണമെന്നാ ദൈവം ആഗ്രഹിക്കുക. അവർ തങ്ങളുടെ കിടക്കകളിൽ ആനന്ദം കൊണ്ട് പാടട്ടെ. സഹോദരങ്ങളെ, നമുക്കിന്ന് ആരംഭിക്കാം. നിരന്തരം ഒരു ദഹനബലി പോലെ നമ്മുടെ അധരത്തിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ഉയരുന്ന താങ്ക് യു ജീസസ്, നന്ദി ഈശോ, നന്ദി ഈശോ. ആ നന്ദി പറച്ചിൽ നിങ്ങൾ എന്ന് തുടങ്ങുന്നുവോ അന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കൃപയുടെ വലിയൊരു പ്രവാഹം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നത് കാണാനായിട്ട് സാധിക്കും. ഒരിക്കലും ഒരു ക്യാൻസർ രോഗി അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ഈശോ എന്നെ മറന്നിട്ടില്ല. ഓരോരുത്തരും കാണാനായിട്ട് നിറകണ്ണുകളോടെ വരുമ്പോൾ അദ്ദേഹം പറയും, ഈശോ എന്നെ മറന്നിട്ടില്ല. എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ പറയുന്നത്? ഈശോ എന്നെ മറന്നിട്ടില്ല എന്ന് എപ്പോഴും പറയില്ലോ. ഈശോ മറന്നിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്ര മാരകമായ ഒരു രോഗം ദൈവം തന്നത്? ക്യാൻസർ രോഗിയായി അദ്ദേഹം പറഞ്ഞു, ഈശോ എന്നെ മറന്നിട്ടില്ല എന്നതിൻ്റെ വലിയ തെളിവാണ് ഈ സഹന ഘോഷയാത്രക്കിടയിലും മധുരമായി പാടുവാൻ ഒരു കുരുവിയെ അയച്ച് കർത്താവ് സ്വർഗത്തിൻ്റെ പൂത്തിരി എൻ്റെ മുറിയുടെ മുൻപിൽ കൊളുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കുരുവിയുടെ പാട്ടുപോലും അത് സ്വർഗത്തോളം എത്തുന്ന ചിന്തയായി ഒരു ക്യാൻസർ രോഗിക്ക് മാറിയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവം എത്രയോ കുരുവികളെയും കാക്കകളെയും നമ്മുടെ വീടിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് അയച്ചിട്ടുണ്ട്. നമുക്ക് ആരംഭിക്കാം. ദൈവം ഒന്നും വെറുതെ ചെയ്യുന്നില്ല. ദൈവം വലിയവനാണ്, മഹോന്നതനാണ്. ആകയാൽ ഇന്ന് മരച്ചില്ലകൾ ഏന്തി പ്രദക്ഷിണമായി മധുബഹായിലേക്ക് നീങ്ങി, ആ തിരുഹൃദയ രൂപത്തിന്റെ മുമ്പിലേക്ക് നീങ്ങി, സകല കൃപാവരങ്ങളുടെയും ഉടയവനായ കർത്താവിന് നന്ദി, നന്ദി, നന്ദി. ഓരോ ശ്വാസോച്ഛ്വാസത്തിലും ദൈവത്തെ സ്തുതിച്ച് നമുക്ക് അവിടുത്തെ മഹത്വപ്പെടുത്താം. 2 വചനങ്ങൾ ഞാൻ രണ്ടും പറഞ്ഞു. ആ 2 വചനങ്ങളുടെയും അഭിഷേകത്തിലേക്ക് കടന്നു വരുവാൻ കരങ്ങൾ രണ്ടും ഒന്ന് യാചനാപൂർവ്വം നിവർത്തിപ്പിടിക്കുക. നമ്മുടെ ബുദ്ധിയിൽ വിശ്വാസം നിറയട്ടെ. ഞങ്ങൾ നയിക്കപ്പെടുന്നത് കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ്. ഞങ്ങൾ നയിക്കപ്പെടുന്നത് കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ്. വിശ്വാസം കൊണ്ട് നമ്മുടെ ബുദ്ധിയെ ഉണർത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. അടുക്കളയിൽ കയറി ചെന്നിട്ട് ഈ 2 വചനവും പറയണം. ദൈവമായ കർത്താവേ, അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. കഴിഞ്ഞ വർഷം നിന്റെ വീട്ടിലില്ലാത്ത എന്തെല്ലാം പാത്രങ്ങളും സ്പൂണുകളും പ്ലേറ്റുകളും എന്തെല്ലാം കർത്താവ് നിന്റെ അടുക്കളയിൽ ക്രമീകരിച്ചു. സഹോദര, സഹോദരി, നമ്മുടെ ആരുടെയും കഴിവും നമ്മുടെ ആരുടെയും പ്രതാപം കൊണ്ടല്ലോ ഇതൊക്കെ കിട്ടിയത്. എല്ലാത്തിൻ്റെയും ഉടയവൻ ദൈവമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അമാന്തമരുത്. ദൈവത്തിന് നന്ദി പറയുവാൻ അമാന്തമരുത്. ദൈവത്തിന് കൃതജ്ഞതാ ബലി അർപ്പിക്കുവാൻ അമാന്തമരുതേ. സഹോദരങ്ങളെ, ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദിയുടെ സ്തുതിയുടെ കീർത്തനങ്ങളായി നമ്മുടെ ഓരോ ജീവിതത്തിൻ്റെ നാഴികയും മാറട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.